ഹായ്. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ മാർക്കിനെ കുറിച്ച് ഞാൻ എന്നോട് ചോദിക്കുകയുണ്ടായി. ഒരു പുഞ്ചിരിയോട് കൂടി ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. എൻ്റെ മാർക്ക് കൊണ്ട് ഞാൻ തൃപ്തനാണ്, പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാർക്ക് കൊണ്ട് തൃപ്തരല്ല. കുടുംബത്തിലെല്ലാവരും നല്ല മാർക്കോട് കൂടി വിജയിച്ചപ്പോൾ എൻ്റെ മാർക്ക് അവരുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തി എന്നാണ് അവർ എന്നോട് പറയുന്നത്. അത്രയും കാലം അവരെനിക്ക് തന്നിരുന്ന സ്നേഹം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ന് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് അവൻ പറയുമ്പോൾ ഞാൻ അവരോട് പറയുകയുണ്ടായി, നിൻ്റെ 10ാം ക്ലാസ് മാത്രമാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ. നിനക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. നിന്നോട് അനിഷ്ടം കാണിക്കുന്നവർക്ക് മുമ്പിൽ, നിന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ തലയുയർത്തി നടക്കാൻ ഇനിയും നിനക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അവനതിനെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, സ്വന്തം മക്കളെ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യണം. മക്കൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്ക് അത് എത്രയാണെങ്കിൽ പോലും അവർക്ക് നല്ല ഉപദേശവും പറഞ്ഞു കൊടുക്കൽ നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. പരീക്ഷയിൽ പരാജയപ്പെട്ടെന്ന് കരുതി ജീവിതത്തിൽ പരാജയപ്പെട്ടിരുന്നില്ല. പക്ഷേ മാതാപിതാക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ട അന്ന് മുതൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാക്സ്മാർ അദ്ദേഹം 4ാം ക്ലാസ്സിൽ തോറ്റു, 8ാം ക്ലാസ്സിൽ തോറ്റു, 10ാം ക്ലാസ്സിൽ തോറ്റു, +2-ൽ 2-3 തവണ തോറ്റു. അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തു, എല്ലാത്തിനും അദ്ദേഹം പരാജയപ്പെട്ടു. അവസാനം 24 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പങ്കെടുത്തു. 23 പേരെയും സെലക്ട് ചെയ്തു, അദ്ദേഹത്തെ മാത്രം റിജക്റ്റ് ചെയ്തു. അദ്ദേഹം തോൽവി സമ്മതിക്കാതെ പ്രതീക്ഷയോടുകൂടി മുന്നേറി. ഇന്ന് ചൈനയിലെ ഏറ്റവും വലിയ ധനികനായി ജാക്സ്മാർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പരീക്ഷയല്ല ജീവിതം, പരീക്ഷണമാണ് എന്നുള്ളത്. ഫെയിൽ എന്നുള്ളതിന് പരാജയം എന്ന അർത്ഥം കൊടുക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. മറിച്ച് ഫെയിൽ എന്നുള്ളതിന് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്ന മനോഹരമായ അർത്ഥം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്താതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പരീക്ഷയിൽ വിജയിച്ച എല്ലാവരും പരീക്ഷണങ്ങളിൽ വിജയിക്കണമെന്നില്ല. പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്.